നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. വയനാട് ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് കേന്ദ്രത്തോട് ആവർത്തിച്ച് ഹൈക്കോടതി. ദുരന്തബാധിതരുടെ ജീവനോപാധിയാണ് ഇല്ലാതായതെന്നും ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ദേശീയ ദുരന്തമായതുകൊണ്ട് തന്നെ കടബാധ്യത എഴുതിത്തള്ളാൻ വ്യവസ്ഥയില്ലേ എന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. എന്നാൽ ലോണുകൾ എഴുതിത്തള്ളുന്നത് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമെന്ന് കേന്ദ്രം കോടതിയിൽ മറുപടി നൽകി. മകൾക്കെതിരായ SFIO കേസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനാവേണ്ട ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മൊഴി പ്രകാരമാണ് കേസ്. അത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കേസിനെ ഗൗരവത്തോടെ നേരിടണമെന്നും പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രി ക്ഷുഭിതനാവേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മാസപ്പടി കേസിൽ കുടുങ്ങുമെന്ന ഭയമാണ് മാധ്യമങ്ങൾ തൻ്റെ രക്തത്തിന് മുറവിളി കൂട്ടുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രോദനത്തിന് പിന്നിലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിക്കുകയും മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയതിനാലാണെന്നും സുധാകരൻ പറഞ്ഞു. അഹമ്മദാബാദിലെ AICC സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതീക്ഷയുടെ പാർട്ടിയാകണമെന്ന സന്ദേശവുമായി ശശി തരൂർ MP വിമർശിക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന ശൈലി മാത്രം പോരാ, എന്നും ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള ശശി തരൂരിൻ്റെ നിലപാട് പാർട്ടിയിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളുടെ സൂചനയായി. ആശാസമരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 60 ദിവസമായി നടക്കുന്ന സമരമാണിതെന്നും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയ എല്ലാ വിവരങ്ങളും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് തെറ്റാണെന്നും 2019 വർദ്ധിപ്പിച്ചതാണെന്നും അത് അപര്യാപ്തമാണെന്നും സതീശൻ പറഞ്ഞു. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാസമരം തീരാതിരിക്കാൻ കാരണം സമരക്കാർ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ പ്രതിഷേധവുമായി സമരസമിതി. മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുത അറിയാതെ എന്നാണ് മറുപടി. മറ്റന്നാൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പൗരസംഗമം സംഘടിപ്പിക്കാനാണ് പൗരസമിതിയുടെ തീരുമാനം. മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ട് ദില്ലിയിലെ പ്രത്യേക NIA കോടതി. റാണയെ ഇന്ത്യയിലെത്തിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പട്യാല ഹൗസ് കോടതിയിൽ NIA അപേക്ഷ നൽകിയിരുന്നു. മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു NIA ആവശ്യപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ദില്ലി പാലം വ്യോമസേന വിമാനത്താവളത്തിലാണ് തഹാവൂർ റാണയുമായുള്ള വിമാനം ലാൻഡ് ചെയ്തത്. NSG കമാൻഡോകളും മറ്റ് ഏജൻസികളും റാണയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ സഹകരിച്ചെന്ന് NIA വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സോലോജിക് മാസപ്പടി ഇടപാടിൽ പ്രാരംഭ അന്വേഷണം തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന് മുന്നോടിയായി SFIO കുറ്റപത്രത്തിന്റെ പകർപ്പിനായി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. പകർപ്പ് ലഭ്യമാകുന്നതോടെ SFIO കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ED തുടർ നടപടികൾ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി. കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യത്തിൽ വിവേചനാധികാരം പ്രയോഗിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിച്ച കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവകാശമുണ്ട്. ഇക്കാര്യത്തിൽ അവർ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രകൃതി വിരുദ്ധ ബന്ധത്തെ എതിർത്ത 6 വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന 20 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ മാളക്കടുത്ത് UKG വിദ്യാർത്ഥിയായ കീഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിൻ്റെ മകൻ 6 വയസ്സുകാരനായ എബലിന് അയൽവാസിയായ ജോജോയാണ് 20 കുളത്തിൽ മുക്കി കൊലപ്പെടുത്തി. പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എതിർത്തതോടെ വിവരം പുറത്തറിയുമെന്ന് ഭയന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. കുട്ടിയെ കാണാതായതോടെ പോലീസും സമീപവാസികളും നടത്തിയ തെരച്ചിലിൽ ജോജോയും ഉണ്ടായിരുന്നു.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ പേർ പോലീസ് സേനയുടെ ഭാഗമാക്കുന്നത് പോലീസിന്റെ മൊത്തത്തിലുള്ള മികവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ബാറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ 376 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇതുവരെ ആകെ 774 പേർക്ക് നിയമനം നടന്നതായും അതിൽ 69% കേരളത്തിൽ നിന്നുള്ളവരാണെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റ് പ്രഖ്യാപനവും വിഴിഞ്ഞം തുറമുഖം ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 3 വർഷത്തിനുള്ളിൽ 3.5 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നും അതിൽ 31% സ്ത്രീ സംരംഭകരാണെന്നും വ്യവസായ കയർ നിയമകാര്യ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പപ്പനംകോട് പുഴിക്കുന്ന് ബീ കീപ്പിംഗ് ഫെഡറേഷനിൽ ആരംഭിക്കുന്ന ബീ കീപ്പിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണം വിഷുദിനം മുതൽ ആരംഭിക്കും. ലോക്കറ്റുകളുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഷൂ വിവാദത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ താൻ 3 ലക്ഷം രൂപയുടെ ഷൂ ധരിച്ചെന്ന് CPM സൈബർ ഹാൻഡിലുകളാണ് പ്രചരിപ്പിച്ചതെന്നും താൻ ഉപയോഗിച്ച ഷൂവിന് ഇന്ത്യയിലെ വില 9,000 രൂപയാണെന്നും പുറത്ത് അതിലും കുറവാണെന്നും സതീശൻ പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് ലണ്ടനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ ഷൂവെന്നും 5,000 രൂപക്ക് ആര് തന്നാലും ആ ഷൂ നൽകാമെന്നും അത് തനിക്ക് ലാഭമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരിഹാസം. AICC സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ VD സതീശൻ 3 ലക്ഷം രൂപയുടെ ഷൂസാണ് ധരിച്ചതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം. കേരളത്തിലെ കോൺഗ്രസിലും നേതൃത്വ മാറ്റമുണ്ടാകുമെന്ന് K മുരളീധരൻ. നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും പ്രവർത്തിക്കാതെ പദവി മാത്രം കൊണ്ടു നടക്കുന്ന കുറേ പേർ പാർട്ടിയിലുണ്ടെന്നും അവരെയെല്ലാം മാറ്റി നിർത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. AICC നേതൃത്വത്തിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും DCCകൾക്ക് കൂടുതൽ ചുമതല നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് എന്ന് UDF സമീപത്തെ മണ്ഡലങ്ങളിലെ സ്ഥിരം താമസക്കാരെ വോട്ടർ പട്ടികയിൽ CPM ചേർക്കുന്നുവെന്ന് UDF ആരോപണങ്ങളിൽ CPMന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നും ഇതിലൊന്നും CPMന് ഒരു ബന്ധവുമില്ലെന്നും CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പത്മാക്ഷൻ പ്രതികരിച്ചു. KSCBയുടെ അധീനതയിലുള്ള 59 അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിൽ ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്നവർ ആശങ്കയിലായി. ഇടുക്കിയിൽ 24 അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവുമധികം ബാധിക്കുക. പ്രതിഷേധം ഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.